ജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അത് ഏത് സാഹചര്യത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പാറ്റ കലാപത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടി വളരെ സോഫ്റ്റ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ദേശീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കതിൽ വലിയ ഫ്രസ്ട്രേഷനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരമൊരു സമരം അതൊരു രാജ്യവിരുദ്ധ കലാപമായി, ആഭ്യന്തര കലാപമായി മാറ്റാൻ വിദേശ ശക്തികളും നമ്മുടെ രാഷ്ട്രത്തിലെ പ്രതിപക്ഷ സംവിധാനങ്ങളും ശ്രമിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് അതിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നടപടിയിലേക്ക് പോയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ദേശീയവാദികളുടെ ഒരു പ്രതിനിധിയാണ് ടി.ജി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെ പോലെയുള്ള ലക്ഷങ്ങൾ കേൾക്കുന്ന ഒരു മനുഷ്യൻ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ അക്രമികൾ അഴിഞ്ഞാടുന്നതിനെ വളരെ സോഫ്റ്റായി കേന്ദ്ര സർക്കാർ നേരിട്ടു എന്നുള്ള സങ്കടത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3, ടി.ജിക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയെടുത്തത് ആരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ളത് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കണ്ട കുറച്ചധികം കാര്യങ്ങൾ കൂടി അതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വന്ദേമാതരം പൂർണ്ണമായി പാടാൻ ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല, പക്ഷെ അവിടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി പാടുമെന്ന്. അപ്പോഴതാ വരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി വരുന്നു, അങ്ങനെയൊന്നും ഇവിടെ പാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. PM ശ്രീ നടപ്പാക്കുമെന്ന് UDF കൺവീനർ പറഞ്ഞു. പിന്നാലെ വരുന്നു PM ശ്രീ നടപ്പിലാക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു. വി ഡി സവർക്കറിനെതിരെ ചരിത്രപരമായി വി ഡി സവർക്കറിന്റെ ശിക്ഷാ കാലാവധി സംബന്ധിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഒരു ചോദ്യമായി വന്നപ്പോൾ അതിനെതിരെയും മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു. അങ്ങനെ ദേശീയമായിട്ടുള്ള പല കാര്യങ്ങളെയും സർക്കാരിനെ മറികടന്ന് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലീഗ് ഒരു വശത്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ടി.ജി. മോഹൻദാസിനെതിരായിട്ടുള്ള ഒരു പരാതി നേരത്തെ ജൂലൈ 27 ആ പരാതി വരുന്നു. ഓഗസ്റ്റ് 9 വരെ കാത്തിരുന്നതിൽ നടപടി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഒന്ന്, അർജുൻ ആയങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോലീസിനുണ്ടായിട്ടുള്ള നാണക്കേട്, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ച, അപ്പുറത്ത് ഇന്ന് വി ഡി സതീശൻ പോയി കുറച്ച് ഷോയൊക്കെ കാണിച്ചെങ്കിലും കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ, ഒരു അമ്മയുടെ കണ്ണുനീർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് ടി.ജി. മോഹൻദാസിനെ പോലെ ഹിന്ദുത്വയുടെ വക്താവായിട്ടുള്ള, ദേശീയതയുടെ വക്താവായിട്ടുള്ള, എന്നും ജിഹാദികൾക്കും ഈ ഇടത് എക്കോസിസ്റ്റത്തിനുമെല്ലാം വലിയ ഭീഷണിയായിട്ടുള്ള, അവരെ എപ്പോഴും വായടപ്പിക്കുന്ന ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ ഒരു ആയുധം ഇവർക്ക് വീണ് കിട്ടുന്നത്. ഉടനെ അതെടുത്ത് വെച്ച് അങ്ങ് ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുകയും ഒരു എന്താ പറയുക, ഈ പറയുന്ന സംഘങ്ങൾക്കൊക്കെ ഒരു ആത്മരതി അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു UDF സർക്കാർ എന്നാണ് എനിക്ക് പറഞ്ഞതിൽ വെക്കാനുള്ളത്. ഒന്ന്, അതിൽ സംഘമടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടുകൾ നോക്കൂ. ടി.ജിക്കെതിരെ നിങ്ങൾ വേട്ടയാടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അവർ കൃത്യമായി ഉന്നയിച്ചത്. അതിൽ അവർ പറയുന്നുണ്ട് ടി.ജി പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ദേശീയ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ എന്നും തങ്ങളുടെ ആശയങ്ങളെ ഏറ്റവും വലിയ രീതിയിൽ ശക്തമായി പ്രതിരോധിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ തെറ്റായ ഒരു പരാമർശം നടത്തിയപ്പോൾ അത് ശരിയല്ല എന്ന് അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. പൊളിറ്റിക്കലി വളരെ പോസിറ്റീവ് ഒരു സാധനം കേട്ടോ. ഒരു മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വളരെ കൃത്യമായി പറഞ്ഞത് സംഘത്തിന്റെ RSSന്റെ നിലപാടല്ല, അതിവിടെ മാത്രമല്ല ടി.ജിയുടെ പശ്ചാത്തലമല്ല അവിടെ ചർച്ച ചെയ്യേണ്ടത്. ടി.ജി ആർക്ക് വേണ്ടി സംസാരിച്ചിരുന്നുവോ അവർ പോലും ടി.ജി പറഞ്ഞത് ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയുന്നു. രാഷ്ട്രീയം നമ്മൾ കാണാം. അതെ, ജെൻസിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും സംഘം പറഞ്ഞ അതേ നിലപാടാണ്. അവരുടെ പ്രതിഷേധങ്ങളോട് വിയോജിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ പലതും പറയുന്നത് പലതും കേൾക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്, അവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ഈ ഹൈന്ദവതയുടെ വക്താവായി നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ച് ഇഴച്ച് ജിഹാദികളെയും ഈ പറയുന്ന ആളുകളെയും ഒക്കെ സന്തോഷിക്കാനൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു 4-കിട ക്രിമിനലിന് മുൻപിൽ പരാജയപ്പെട്ടു പോയ ആഭ്യന്തര വകുപ്പിനെ വലിച്ചു കീറണമെന്നുള്ള ആ ബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ അങ്ങ് പോയി. അവിടെ കിട്ടി ഞങ്ങൾക്ക് ഇതാ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു ആഭ്യന്തര വകുപ്പ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഓഹോയ് എന്ന് പറഞ്ഞ് ആഘോഷിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി കോടതിയിൽ ചെന്നു. അവിടെ ടി.ജി. മോഹൻദാസിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ആരോപണങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പുകമറ മാത്രമാണെന്നുള്ളതും ഈ പറയുന്ന വിഷയങ്ങളിൽ എത്രമാത്രം നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതും ഒക്കെ രണ്ട് വരി തീർന്നു. 2 വരി, അതായത് ടി.ജിക്ക് ജാമ്യം കൊടുത്താൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പ്രോസിക്യൂഷൻ, ടി.ജി ഇത്ര നാളും ഒളിവിലല്ലായിരുന്നല്ലോ എന്ന് കോടതി. ആ 2 വരിയെല്ലാം കഴിഞ്ഞു. ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട സാധനം വരെ ഫോണിൽ നിന്ന് കിട്ടി, അതുപോലും ഡിലീറ്റ് ചെയ്തില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ വീഴ്ചകൾ മറയ്ക്കാനുള്ള ഒരു പുകമറ, അവിടെ ഈ പറഞ്ഞ കുറെ ആൾക്കാർക്ക് സന്തോഷം പകരാൻ എങ്ങനെയാണോ ഈ കുറച്ച് ദിവസങ്ങളായി ദേശീയമായിട്ടുള്ള എല്ലാത്തിനെയും മുസ്ലിം ലീഗ് അടിച്ച് സർക്കാരിൻ്റെ തലക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായും അങ്ങനെ ദേശീയതയുടെ വശത്തൊന്നും അല്ല കേട്ടോ, നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു നാടകം കൂടി മാത്രമായി ഒന്നുകൂടി പ്രശസ്തനാക്കിയെന്നുള്ളത്. പണ്ട് ഈ കടകംപള്ളി ജയിക്കുമെന്ന് കരുതി മൈക്ക് സെറ്റൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വലിയ ആർഭാടത്തിൽ ആഘോഷിക്കാൻ എല്ലാം റെഡിയാക്കി പാട്ടൊക്കെ ആയിട്ട് നിന്നപ്പോൾ
ഒറ്റ പഞ്ചായത്തിലെ വോട്ട് കൊണ്ട് അന്ന് റിബലായി മത്സരിച്ച MA വാഹിദ് വിജയിച്ചു. അന്ന് ഇത് എല്ലായിടത്തും അറിഞ്ഞു, ആദ്യ സംഭവമാണെന്ന തരത്തിൽ എല്ലായിടത്തും അറിഞ്ഞു. അതായത് മൈക്ക് സെറ്റൊക്കെ റെഡിയാക്കിയിട്ട് ആഘോഷം തുടങ്ങിയവർ. അതുപോലെ ആയിപ്പോയി ഇത്. SFIക്കാർക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, ലീഗിന് ആഘോഷിക്കാൻ പറ്റിയില്ല, കോൺഗ്രസിന് ആഘോഷിക്കാൻ പറ്റിയില്ല, ആർക്കും ഇതിന്റെ ഒരു ആഘോഷത്തിന്റെയും ഫലം കിട്ടിയില്ല. TG ആനന്ദിച്ചിറങ്ങിപ്പോയി എന്നുള്ള. TG ജയിലിലേക്ക് കൊണ്ടുവന്ന കരുതി ജയിലിന്റെ മുന്നിൽ പല ചാനലുകളുടെയും ഏതായാലും സമയപരിമിതി മൂലം നിർത്തുന്നു. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവർ, പ്രധാനമന്ത്രിയെ വധിക്കണമെന്ന് പറഞ്ഞവർ, പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ വയോധികയായ മാതാവിനെ കുറിച്ച് കേട്ടാൽ അരയ്ക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞവർ, ഇവർക്കെതിരെയൊന്നും കേസില്ല. ഇവരെല്ലാവരും മറ്റേ വിശുദ്ധ പോരാളികളോ മറ്റേ വിപ്ലവകാരികളോ ഒക്കെ ആയിരിക്കാം. ഏതായാലും കോടതി പറഞ്ഞത് ഞങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ടു, കേൾക്കാനുള്ളവരും കേട്ടു. TG തന്റെ പൊളിച്ചെഴുത്ത് തുടർന്നുകൊണ്ടേയിരിക്കും.